ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്നാ ഇഷ്ടമാണല്ലേ. എന്തൊക്കെ വെറൈറ്റികളാണ് യൂട്യൂബിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വീഡിയോസുകൾ, പലതരം പാട്ടുകൾ, വ്ളോഗുകൾ, കണ്ടന്റുകൾ, നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ നമ്മളൊരു വീഡിയോ കാണുന്ന പോലെയല്ല സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതിൻ്റെതായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് പെട്ടെന്നൊരു ദിവസമായിരുന്നു ഒരു ചാനൽ തുടങ്ങിയാലോ എന്നൊരു ആഗ്രഹം വന്നത്. അപ്പോൾ അതെങ്ങനെ തുടങ്ങണം, അതെന്ത് ചെയ്യണം, സെറ്റിങ്ങിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. എന്നിട്ട് എനിക്ക് അറിയാവുന്ന പോലെ എല്ലാ സെറ്റിങ്ങിലൊക്കെ ചെയ്ത് പിന്നെ കുറേ ഞാൻ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ സ്പെഷ്യലി ഞാനിപ്പം ഷോർട്ടിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷോർട്ടിൽ എങ്ങനെ നമ്മളതിന് ഒരു വീഡിയോ എടുത്താൽ എങ്ങനെ ടാഗ് ചെയ്യണം, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എങ്ങനെ കൊടുക്കണം, തമ്പനയിൽ എങ്ങനെ കൊടുക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചു. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ അങ്ങനെ പഠിക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് എനിക്ക് പറ്റുന്നത് പോലെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഫേസ് കാണിച്ചിരുന്നില്ല. എനിക്കെന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയായിരുന്നു. എനിക്കെന്തോ ഒരു പേടിയോ എന്തൊക്കെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഒരു യാത്ര പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഷോർട്ടിൽ ഒരു 3 സെക്കൻഡൊക്കെ വരുന്ന രീതിയിൽ എൻ്റെ ഫേസ് കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 1K ഒക്കെ വ്യൂ വന്നപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഓക്കെ, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നു. അങ്ങനെ ഞാൻ പിന്നെ ആദ്യമായിട്ട് ഒരു പാട്ട് ചെയ്യുന്നത് ഒരു നീലക്കുയിലേ ചൊല്ലു എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിനെനിക്ക് നല്ലൊരു വ്യൂവും സപ്പോർട്ടും സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് തന്നു കേട്ടോ ആ കാര്യത്തിൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി ചെയ്യാം എന്ന്. അങ്ങനെ ഞാൻ പറ്റുന്ന പോലെ ഷോർട്സൊക്കെ ചെയ്തു. എനിക്ക് നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 99.9% തന്നെ നല്ല പോസിറ്റീവ് കമൻറ്റുകളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏതൊരു കാര്യത്തിലാണേലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. അപ്പം അത് ആ രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, യൂട്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു 4 മാസം ആയിട്ടുള്ളൂ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ 1.6K സബ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക് യു. പിന്നെന്താ പറയുക, എന്തോ പൗലോ കോയിലോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ആഗ്രഹം അത്രയ്ക്ക് തീവ്രമാണെങ്കിൽ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും എന്നൊക്കെ. അങ്ങനെ തന്നെയല്ലേ എന്ന് വിചാരിക്കുന്നത്. അതെ, അപ്പം എനിക്ക് ഒത്തിരി സപ്പോർട്ടുണ്ട് കേട്ടോ. ഏതായാലും എന്നെ നേരിട്ടറിയാത്ത വീഡിയോസിലൂടെ മാത്രം കണ്ട് ഇഷ്ടപ്പെട്ട ഒത്തിരി ആളുകളുണ്ട്. അപ്പം അവരോടെല്ലാം എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്. സപ്പോർട്ട് ഇനിയും മുന്നോട്ട് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇപ്പം എല്ലാവർക്കും ഇപ്പം എനിക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ചെറുതാണെങ്കിൽ എല്ലാവർക്കും ഒരു കുഞ്ഞു ചാനലുണ്ട്. എല്ലാവർക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ആയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കിഷ്ടമാണെങ്കിൽ നമ്മൾ ചെയ്യുക. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണേലും ഒരു നെഗറ്റീവ് ഉണ്ടാവും. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുക്കുക. പിന്നെ അറിയില്ലാത്ത കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക. ഇപ്പം എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് യൂട്യൂബുമായിട്ട് പരിചയമുള്ള ഒറ്റ മനുഷ്യനുണ്ടായിരുന്നു. എനിക്ക് ആരും അറിയത്തില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പിന്നെ ഞാൻ കുറേ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന രീതി. പിന്നെ ഇപ്പം ലോങ് വീഡിയോ എടുക്കുകയാണെങ്കിലും നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ വീഡിയോ എടുക്കണം, അതെങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻ, തമ്പനെയിൽ, ടാഗ്, ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോസ് കണ്ട് തന്നെയാണ് പഠിച്ചത്. പിന്നെ ലൈവ് പോകുന്നത് എനിക്കൊന്നും അറിയില്ല. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെന്താ പറയുക, നിങ്ങൾക്ക് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക.
എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും കേട്ടോ. അപ്പം നമ്മളൊരു കാര്യം ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഷോർട്ടിലൊക്കെ ആണെങ്കിലും എന്താ പറയുക, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 28 സെക്കൻഡൊക്കെ വരുന്ന വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതൊരു ചിലപ്പോൾ എൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഒരു 3 അല്ല 4 പ്രാവശ്യമൊക്കെ ടേക്ക് എടുത്തിട്ടാണ് ശരിയാവാറ്. ചിലപ്പോൾ എടുത്തെടുത്ത് മടുക്കും, അതുപോലെ ആണ് കാര്യങ്ങളൊക്കെ. പിന്നെന്താ പറയുക, പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കമൻസിലൂടെ ആണെങ്കിലും സബിലൂടെ ആണെങ്കിലും പ്രേക്ഷകർ നമുക്ക് തരുന്നൊരു സപ്പോർട്ട്, അത് തരുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. അപ്പം എന്താ പറയുക, ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാനൊരു ഇൻസ്പിറേഷൻ ആയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം അവരുടെ ചാനലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ചാനല് നല്ല രീതിയിൽ പോകണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നല്ല വീഡിയോസൊക്കെ ഇടാനൊക്കെ ശ്രമിക്കണം. ഞാൻ പരമാവധി ശ്രമിക്കും. പിന്നെന്താ പറയുക, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകും, ഇപ്പോഴും ഉണ്ട്, ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെന്താ പറയുക, ഞാൻ ഇന്നൊരു ലൈവ് വരണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. വേറെ അപ്പം എൻ്റെ ചാനലിപ്പോൾ ഒരു 4 മാസം ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്കിതുവരെയും നിങ്ങളെന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ അത് അത്യാവശ്യം തന്നെയാണ്. ഞാൻ എല്ലാ കമൻസൊക്കെ വായിക്കാറുണ്ട്. കുറേ കമൻസിലൊക്കെ പറയാറുണ്ട് എന്നെ കണ്ട ബാമേനെ ഷേപ്പ് ഉണ്ടെന്ന്. കുറേ പേരൊക്കെ കമൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാധിക സുരേഷിൻ്റെ ചായയുണ്ട്, പിന്നെ രോഹിണിനെ പോലെയുണ്ട്, എവിടെയാ അത്രയൊക്കെ കമൻസ്. അധികം ബാമേൻ്റെ ഷേപ്പാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും, അതെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഒരു നിവേദ്യത്തിലെ പാട്ട് ചെയ്യാമോ എന്നൊക്കെ ഒരു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ലൊരു റിവ്യൂ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. പിന്നെന്താ ഞാൻ പറയാൻ വന്നത്, ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പം ഞാൻ ഇനിയും എന്താ പറയുക, എൻ്റെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ യൂട്യൂബ് കൊണ്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ വരെ, എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് കണ്ടൊരു വീഡിയോ എടുക്കാൻ വരെ എനിക്കൊരു കോൺഫിഡൻസും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആദ്യമൊക്കെ എന്താ പറയുക, ഒരു ഫിയർ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ. പിന്നെ അത് എടുത്തതിലൂടെ എനിക്ക് ആ സ്റ്റേജ് ഫിയർ തന്നെ മാറിയിട്ടുണ്ട്. അതെനിക്ക് നല്ലൊരു കോൺഫിഡൻസ് തന്നെ തന്നിട്ടുണ്ട്. അത് നല്ലൊരു പോസിറ്റീവായിട്ട് ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിലൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനിയും എന്താ പറയുക, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അത് ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. പിന്നെന്താ പറയുക, എൻ്റെ ഷോർട്സിൽ ഒരു ഹൃദയരേഖ എന്ന് പറഞ്ഞൊരു സോങ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 57K ആയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിലും പറയാം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ആ ഒരു കാര്യത്തിൽ. കുറേ പിന്നെ എനിക്ക് കുറേ റീമിക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ കുറേ കൂട്ടുകാരെ കിട്ടി, സബ് കിട്ടി. പിന്നെ എന്താ പറയുക, ഇപ്പം റീസെൻ്റ് ആയിട്ട് കാനനച്ചായയിൽ ആടുമയ്ക്കാൻ എന്ന അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിപ്പം 40K ആയിട്ടുണ്ട്. അതിന് 1.4 ലൈക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. എനിക്കിതുവരെ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, അങ്ങനെ ഒരു 1K 1.4K ആയിരുന്നു ഒരു ഫോട്ടോസിനോ ഒരു കമൻസിന് അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് എൻ്റെ മൈൻഡ് തന്നെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി സമയമൊക്കെ പോകുന്നുണ്ട്.
അപ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, നല്ല രീതിയിൽ എങ്ങനെ വീഡിയോ എടുക്കാം, ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ. അപ്പോൾ എൻ്റെ കഴിവിന് പരമാവധി ഞാൻ ശ്രമിക്കും. ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്താ പറയുക, ഞാനിപ്പോൾ ഒരു 200 അബോവ് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഫീഡ്ബാക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ അതിലൂടെ കൊളാബൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കൊളാബ് എന്ന് പറയുന്ന സംഭവം എന്താണെന്നൊന്നും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അതെന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഒക്കെ മനസ്സിലായത്. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത ഷോർട്സിലൂടെ എൻ്റെ വീഡിയോ വേറൊരാൾ കൊളാബ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് തന്നെയാണ് കിട്ടുന്നതൊക്കെ എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും ഒരു ABCD പോലും അറിയത്തില്ലായിരുന്നു. അപ്പം ആരോട് ചോദിക്കാനും യൂട്യൂബിലൊന്നും പരിചയമുള്ള ആരുമില്ല. നമ്മൾ യൂട്യൂബ് ജസ്റ്റ് കാണുന്നു, വീഡിയോ കാണുന്നു, പോകുന്നു എന്നല്ലാതെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു വിവരമില്ല. എൻ്റെ കാര്യത്തിൽ എനിക്കൊന്നുമില്ല. ഞാൻ പരമാവധി ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടാണ് യൂട്യൂബ് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, വീഡിയോ എടുക്കണം, അതിനെ എങ്ങനെ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കൊടുത്ത് അത് നമ്മൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് യൂട്യൂബിൽ തന്നെയാണ്. എല്ലാവരും പറയുന്ന പോലെ യൂട്യൂബ് നമുക്ക് എന്ത് വേണേലും നമുക്ക് യൂട്യൂബിൽ നിന്ന് നോക്കി പഠിക്കാമല്ലോ അല്ലേ, എന്ത് വേണേലും പഠിക്കാം. അപ്പം അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിലും. യൂട്യൂബിൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ABCD അറിയാത്ത ഞാൻ ഒരു 10-5% എങ്കിലും ഞാൻ കുറേ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചു. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു 100% ഒട്ടും ആയിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെന്താ പറയുക, എല്ലാവരും ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വളരെയധികം നന്ദിയുണ്ട്. നെഗറ്റീവ് ഇടുന്നവരോട് ഞാനിപ്പോൾ എന്താ പറയുക, അങ്ങനെ അവർക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അങ്ങനെ എടുത്തല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ് എനിക്കൊന്നും പറയാനില്ല അതിനെക്കുറിച്ച്. എനിക്ക് അധികം പോസിറ്റീവ് മെസ്സേജുകളാണ് കിട്ടിയേക്കുന്നത്. അതിന് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. പിന്നെ കുറേ പേരൊക്കെ എന്നെ മോളെ പോലെ തോന്നി എന്നൊക്കെ പറഞ്ഞൊക്കെ കമൻസിലൂടെ കണ്ടിട്ടുണ്ട് കേട്ടോ അവരുടെ. അപ്പം ഞാൻ കുറേ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവരുടെ ഒരു മോളെ പോലെ തോന്നി, ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ചേച്ചി കമൻസിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം, അതെല്ലാം എനിക്ക് കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. പിന്നെന്താ പറയുക, ഇത്രയൊക്കെയാണ് 4 മാസം കൊണ്ട് എനിക്ക് ഇത്രയൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. ഇനിയും നല്ല നല്ല എക്സ്പീരിയൻസ് വരട്ടെ. എന്താ പറയുക, ഞാൻ പരമാവധി ലൈവൊക്കെ ചെയ്യാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മുന്നോട്ടുള്ള യാത്രയിൽ. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ യൂട്യൂബ് ജേണി. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ്, എനിക്കൊരു പരിചയമില്ല. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ ബൈ ബൈ, സീ യു.